അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ ഈവനിങ് ഒരു 6-6:30 ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ ഇനി അമ്പലത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. കുറേ വരവുകളും പിന്നെ പൂരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വൈബ് എന്ന് പറയുന്നത് നമ്മളുടെ ഈവനിങ് ആണ് അല്ലേ. കുറേ കടകളിൽ പോവുക, വെറുതെ ചുമ്മാ നടക്കുക, വരവുകൾ കാണുക, ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പ്രത്യേക എനർജി തന്നെയാണ്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിന് പ്രാവശ്യം ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ആകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ആ ഒരു ലൈറ്റും സ്റ്റാളുകളിലുള്ള നമുക്ക് കിട്ടുന്ന ഫുഡും എല്ലാം കൂടിയായിട്ട് പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഉത്സവം എന്ന് പറയുമ്പോൾ ഈവനിങ് ടൈമാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ഫുൾ ബ്യൂട്ടി തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ഇതേപോലെ സ്റ്റോൾസ് എല്ലാ കൊല്ലും ഒരു സ്ക്വയർ റെക്റ്റാങ്കുലർ ഷേപ്പിൽ അവർ ഫുൾ സ്റ്റോൾസ് ഇടും. ഈ ഒരു സെക്ഷൻ ഫുൾ സ്റ്റോളായിരിക്കും. പിന്നെ ഉത്സവങ്ങളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഞങ്ങളുടെ മലപ്പുറം ഈ ഭാഗത്തൊക്കെ മുട്ടപ്പട്ടാണി എന്നാണ് പറയാറ്. അതായത് കോഴിമുട്ടയും ഗ്രീൻ പീസ് അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ബീച്ചിലൊക്കെ ചില സമയത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മെയിനായിട്ട് ഉത്സവങ്ങളിൽ എന്തായാലും കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഏത് ഉത്സവത്തിന് പോയാലും ഞാൻ ഫസ്റ്റ് ആദ്യം തേടുന്ന ഒരു സാധനമാണ് മുട്ടപ്പട്ടാണി ഉണ്ടോയെന്ന്. എനിക്ക് ഞാൻ എപ്പോഴും നോക്കി നടക്കുന്നൊരു സംഭവമാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ ഇതിന് വിളിക്കുകയെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ കുറേ വരവുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കുറച്ച് വരവുകളുടെ കാഴ്ചകളിലേക്കൊന്ന് പോയിട്ട് വരാം.